ഒറ്റപ്പാലം നഗരസഭയിലെ മുസ്ലിം ലീഗ് കൗൺസിലർമാരായ 3 പേർ വാർഡ് സഭകൾ തുടർച്ചയായി വിളിച്ചു ചേർത്തില്ലെന്നാരോപിച്ച് വോട്ടർമാരായ 3 പേർ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. മൂവർക്കും അയോഗ്യത കൽപ്പിക്കണമെന്നുൾപ്പെടെ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സെപ്റ്റംബർ 24-ന് പരിഗണിക്കും. കഴിഞ്ഞ വാർഷിക പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കിയില്ലെന്നും അന്ന് പദ്ധതികൾക്ക് ഫണ്ടിന്റെ സ്രോതസ് കാണിച്ചില്ലെന്നും ആരോപിച്ചാണ് വാർഡ് സഭകൾ വൈകുന്നത്. ലീഗ് കൗൺസിലർമാരായ PMA ജലീൽ, M ഉമ്മർ ഫാറൂഖ്, T ഫായിസ് എന്നിവർക്കെതിരെയാണ് പരാതി. കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം 3 വാർഡുകളിലും വാർഡ് സഭകൾ ചേർന്നിട്ടില്ലെന്നാണ് ആക്ഷേപം. 3 മാസത്തിനിടെ ഒരു തവണയെങ്കിലും യോഗം ചേരണമെന്നാണ് ചട്ടമെന്ന് ഹർജികളിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതുവഴി ജനങ്ങളുടെ പങ്കാളിത്ത അവകാശമാണ് നഷ്ടപ്പെടുന്നതെന്നും ഹർജികളിൽ ആരോപിക്കുന്നു. ആദ്യഘട്ടത്തിൽ UDF പക്ഷത്തെ 8 വാർഡുകളിലും വാർഡ് സഭകൾ നടത്തിയിരുന്നില്ല. ഇതിന് പിന്നാലെ ഈ വാർഡുകളെ ഒഴിവാക്കി മറ്റു വാർഡുകളുടെ പദ്ധതികൾ ജില്ലാ ആസൂത്രണ സമിതിക്ക് സമർപ്പിച്ചാണ് ഭരണസമിതി അംഗീകാരം നേടിയത്. ഇതിനെ ചോദ്യം ചെയ്ത് UDF ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇരുപക്ഷത്തിൻ്റെയും വിശദമായ വാദം കേട്ട് തർക്കം തീർക്കാൻ സംസ്ഥാന സർക്കാരിനെ ചുമതലപ്പെടുത്തി ഹൈക്കോടതി ഹർജി തീർപ്പാക്കി. ഇതിനിടെ 4 കോൺഗ്രസ് അംഗങ്ങളും UDF പിന്തുണയുള്ള സ്വതന്ത്രരും വാർഡ് സഭകൾ വിളിച്ചു ചേർത്തിരുന്നു. തർക്കം പരിഗണിച്ച തദ്ദേശ വകുപ്പ് ഇതുവരെ ചേരാത്ത 3 വാർഡ് സഭകളും 31-ന് മുൻപ് നടത്തണമെന്ന് നിർദ്ദേശിച്ച് തർക്കം തീർപ്പാക്കി. വാർഡ് സഭകൾ ചേരാൻ നടപടിയെടുക്കാത്ത കൗൺസിലർമാർക്കെതിരെ നഗരപാലിക നിയമപ്രകാരം നഗരസഭയ്ക്ക് തുടർ നടപടിയെടുക്കാമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഈ സമയപരിധി തീർന്നിട്ടും 3 അംഗങ്ങൾ വാർഡ് സഭകൾ വിളിച്ചു ചേർക്കാത്ത സാഹചര്യത്തിലാണ് കടുത്ത നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ എത്തിയത്. അതേസമയം പരാതി നിയമപരമായി നേരിടുമെന്ന് ലീഗ് കക്ഷി നേതാവ് PMA ജലീൽ പറഞ്ഞു. 3 വാർഡുകളിലും കഴിഞ്ഞ ഫെബ്രുവരിയിൽ യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. അടുത്ത യോഗങ്ങൾ 20, 21, 22 തീയതികളിൽ 3ഇടത്തായി തീരുമാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.